ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് ടയോട്ട കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി 5 വാഹനങ്ങൾ. അത് നമുക്ക് 5 സെഗ്മെൻറ്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഒരു പാർട്ടി കാറുകളാണ്. നമുക്ക് അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ടീമിൻ്റെ ഒരു കളക്ഷനാണ്. ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്പറൊക്കെ ആയിട്ടുള്ള ഈ ഒരു ഇന്നോവ നമുക്ക് ടൈപ്പ് 4 ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് തന്നെ വെറും 4,90,000 രൂപയാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റൊക്കെ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒറിജിനൽ കേരള ഓൾ ഒറിജിനൽ ഇപ്പോൾ 90,000 സർവീസ് നിലവിൽ അമാനയിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വാഹനം സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. ഒറിജിനൽ കേരള വിത്ത് ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള ഒരു കിഡ്ലൻ വാഹനം. അതേപോലെ തന്നെ നമുക്ക് 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണറൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഒരു ബെസ്റ്റ് പ്രൈസിനാണ് ഈ ഒരു ഫോർച്യൂണർ തരാൻ പോകുന്നത്. അതേപോലെ ടൂറിംഗ് സ്പോട്ട് അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഓരോ 10,000-നും കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെയുള്ള ഒരു കിടിലൻ വാഹനം. അതേപോലെ തന്നെ വീണ്ടും നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് ഒരു 2015 മോഡൽ ഒരു ഇന്നോവ. നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ഇർഷാദ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? മലപ്പുറം കൊണ്ടോട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നാൽ വരെ വീടൊക്കെ അവിടെ തന്നെ അവിടെ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാഹനം കാണാനുള്ള അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അത് ഫസ്റ്റ് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിന് ഇന്നോവ ഉണ്ട് അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ പ്രൈസിന് വരുന്ന ഒരു വണ്ടിയാണ്. നിലവിൽ KL 65 തിരൂരങ്ങാട് രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. ടൈപ്പ് 4 ആണ് വരുന്നത്. ഇതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2011 രജിസ്റ്ററാണ് വരുന്നത്. നിലവിൽ KL നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. KL 65 2031 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അല്ലേ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഈ വാഹനം? മീറ്ററിൽ കാണിക്കുന്നത് 88 കിലോമീറ്റർ ആണ്. ഏകദേശം ഒരു ജെനുവിന് പറയാം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. ടൈപ്പ് 4 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2011 ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ, റീപ്ലേസുകൾ കാര്യങ്ങളൊന്നുമില്ല. ക്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, നമുക്ക് റീപ്ലേസ് മാറ്റിയിട്ടില്ല. പൊതുവെ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. നിലവിൽ ഇപ്പോൾ ഒറിജിനൽ തന്നെയാണ്, നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല, അതേ കണ്ടീഷൻ തന്നെയാണ്. ഓപ്ഷൻ ഏതായിരുന്നു വരുന്നത്? ഇത് വി ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന വാഹനം. 11 മോഡൽ 31 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ എത്ര രൂപക്കാണ് പറഞ്ഞത്? ഓൾറെഡി നമ്മൾ പറഞ്ഞില്ല, 4,90,000 ഇന്ന് ചെറിയൊരു വാഗണറൊക്കെ വാങ്ങുന്ന പ്രൈസിന് ഈ ഒരു അടിപൊളി വാഹനം കൊണ്ടുപോകും. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഇന്നോവ നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു മിസ്സാക്കേണ്ട. നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു 4,00,000 രൂപ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ഒരു 3,50,000 രൂപ വരെ ഇതിൽ ഫിനാൻസ് ചെയ്യാം. അപ്പോൾ ട്രാക്ക് ഒക്കെ 1.5 ആൾക്കാരാവണം, എന്നാലേ 3,50,000 രൂപ ഫിനാൻസ് ഇതിൽ പാസ്സാവുള്ളൂ അല്ലേ. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഒറിജിനൽ കേരള Z ഓട്ടോമാറ്റിക് വരുന്ന ഒരു ക്രിസ്റ്റയാണ്. Z ഓട്ടോമാറ്റിക് വിത്ത് ഫാൻസി നമ്പർ, സിംഗിൾ ഓൺഷിപ്പ്, ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനം അല്ല. ഇതിന്റെ മോഡൽ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഇത് 2018 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. Z ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമുക്കിതൊരു 21 അരക്ക് നമുക്ക് എന്ത് ചെയ്യാം, 21 ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ക്രിസ്റ്റൊക്കെ നോക്കിയാൽ അതും ഒറിജിനൽ കേരള വണ്ടി 90,000, അത് A to Z സർവീസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങും ചെയ്യാമല്ലോ. അടുത്തൊരു ഫോർച്യൂണർ ആണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നമുക്ക് 2018 ഡിസംബർ ആണ്. ഡിസംബർ 20 2019 മാനുഫാക്ചറിങ് വരുന്നതാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പിന്നെ ഇതിന് ഫ്രഷ് ആയിട്ട് പുതിയ ബാറ്ററി നമ്മൾ അതേമാതിരി 2 വീൽ ഓട്ടോമാറ്റിക് നിലവിൽ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ലാത്ത ആൾ ഒറിജിനൽ വെഹിക്കിളാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.20 അല്ലേ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ആസ്കിങ് പറഞ്ഞാൽ 24,45 ആണ്. എന്തെങ്കിലും ചെറിയ നെഗോഷ്യബിൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ആക്കിയിട്ട് അത് NOC-യിൽ നമുക്ക് ഈ റേറ്റിന് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ടൂറിംഗ് സ്പോട്ടാണ്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. കാരണം നമുക്ക് Z ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറയാം. അപ്പോൾ ടൂറിംഗ് സ്പോട്ടൊക്കെ അതും പേൾ വെയിറ്റിലൊക്കെ നോക്കി നടക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് ഒരു കേരള വാഹനത്തിന്റെ ക്വാളിറ്റി പറയാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. മോഡൽ 18 പറഞ്ഞില്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 190 ആണ്. ഫുൾ കമ്പനി സർവീസും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്ന സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് NOC-ലാണ് 15,90 എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് ക്ലോസ് ചെയ്യാം. 15,90 NOC-ൽ നമുക്ക് ഈ ഒരു റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അഗൈൻ വീണ്ടും നമുക്കൊരു ഇന്നോവ തന്നെയാണ് വരുന്നത്. സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. ടൈപ്പ് 4 ഒക്കെയാണ് വരുന്നത്. ഇത് ഒറിജിനൽ ടൈപ്പ് 4 തന്നെയാണ് വരുന്നത്. ഇത് ഇന്റർകൂളർ ആണോ അതോ നോർമൽ ആണോ വരുന്നത്? ഇത് ഇന്റർകൂളർ ആണ്. സോ നമുക്ക് ഒന്നുകൂടെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു എഞ്ചിനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2015 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. G ഓപ്ഷൻ ആണ് വരുന്നത്. നിലവിൽ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ. എന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന്
നിലവിൽ എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഒക്കെ, 100% ഒക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയല്ല. ഒക്കെ ചെയ്യാം. യെസ്, എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമ്മളിത് നമ്പർ ആക്കിയിട്ട് 790 ഫൈനലാക്കിയിട്ട് നമുക്ക് 7,90,000 രൂപ നമ്പറൊക്കെ ആക്കിയിട്ടുള്ള പ്രൈസാണ്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു 5 വാഹനം നമുക്ക് ടയോട്ടൻ്റെ ഒരു കളക്ഷനാണ്. സോ നമുക്ക് അറിയുന്ന ഒരു പാർട്ടിയാണ്, കൊണ്ടോട്ടി തന്നെയാണ് ഇവരുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. അപ്പോൾ അവർ നമുക്ക് ഇതാണോ നിങ്ങൾ മാക്സിമം നമുക്ക് കുറച്ചിട്ടുള്ള പ്രൈസാണ്. വന്നു കഴിഞ്ഞാൽ ചെറിയ രൂപത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഒന്ന് മലപ്പുറം ജില്ലയിൽ നമ്മളെ കൊണ്ടോട്ടി ജംഗ്ഷൻ തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ അവരെ നേരിട്ട് കാണാനും വണ്ടികൾ കാണാനും ഇത് ചെക്ക് ചെയ്യാനും ഇവ നിങ്ങൾക്ക് പോയി ഷോറൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവർ ചെയ്തു തരും. സോ അപ്പോൾ ഒരു ടയോട്ട കളക്ഷൻസ് ഏത് റേഞ്ച് വാഹനങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ഇർഷാദ് സൈനിങ്.